ഒരിക്കൽ യേശു പരീശന്മാരോട് ഇങ്ങനെ പറഞ്ഞതായിട്ട് നാം വായിക്കുന്നുണ്ട്. മത്തായി 16 നാം അത് വായിക്കുന്നത്. അതിൻ്റെ 3-ാമത്തെ വാക്യം. മഴ പെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്കത് മനസ്സിലാകും, അതുപോലെ തന്നെ ഒരു കാറ്റടിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയും. രാവിലെ ആകാശം മൂടി ചുമന്നിരുന്നാൽ മഴ പെയ്യുമെന്ന് നിങ്ങൾക്കറിയാം. ആകാശത്തിൻ്റെ ഭാവം വിവേചിക്കാൻ നിങ്ങൾക്ക് നന്നായിട്ടറിയാം. എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലയോ? നാം ജീവിക്കുന്ന ഈ കാലത്തെപ്പറ്റി നാം അറിഞ്ഞിരിക്കണം. നാം കാലത്തിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വളരെ വേഗത്തിൽ. വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് യേശു വരുന്നതിന് മുമ്പുള്ള അവസാന തലമുറയിലാണ് നാം ജീവിക്കുന്നത്. ആദ്യത്തെ തലമുറയും അവസാനത്തെ തലമുറയും തമ്മിൽ പല സാമ്യങ്ങളും കാണും. ഒന്നാമത്തെ തലമുറ വളരെ ഭാഗ്യം ചെയ്തവരാണ്. അവർ യേശുവിനോടൊപ്പം നടന്നു, പരിശുദ്ധാത്മാവ് വരികയും സഭ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ നമുക്കറിയാം, സഭ പയ്യെ കീഴോട്ട് പോയി. ലോകം സഭയിലേക്ക് വന്ന് 300 കൊല്ലം കൊണ്ട് സഭ വളരെ കീഴോട്ട് പോയി. അന്ധകാരത്തിലേക്ക് അത് ഊഴ്ന്നിറങ്ങി. ചരിത്രം പറയുന്നത് അനേക നാളുകളായി ഇരുണ്ട കാലഘട്ടത്തിലൂടെ സഭ കടന്നുപോയി. ഏതാണ്ട് AD 1500 വരെ സഭ പീഡിപ്പിക്കപ്പെട്ടപ്പം അത് വളരെ ശക്തമായിരുന്നു. അതിനുശേഷം പീഡകൾ സഭയെ തകർക്കില്ലെന്ന് പിശാചിന് മനസ്സിലായപ്പോൾ അവൻ അതിന് അഭിവൃദ്ധി കൊടുത്തു. അങ്ങനെ അത് മൃതാവസ്ഥയിലേക്ക് പോയി. അവസാനം ദൈവം മാർട്ടിൻ ലൂതറിലൂടെ ഒരു ഉണർവുണ്ടാകുകയും അങ്ങനെ സാവകാശം AD 1500 മുതൽ പയ്യെ വർഷങ്ങളായി നഷ്ടപ്പെട്ടു പോയിരുന്ന സത്യങ്ങൾ, അത് വേദപുസ്തകത്തിൽ തന്നെ ഉള്ളതായിരുന്നു, സാവകാശം പുനഃസ്ഥാപിക്കപ്പെട്ടു. അച്ചടി വിദ്യ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് ഈ സത്യങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടാനുള്ള ഒരു കാരണം. അച്ചടി വിദ്യയിലൂടെ ആദ്യം പ്രിന്റ് ചെയ്ത പുസ്തകം വേദപുസ്തകമായിരുന്നു. അങ്ങനെ ആളുകളുടെ കയ്യിൽ ഈ വേദപുസ്തകം എത്തി. അത് ആളുകൾ വായിച്ചു. അങ്ങനെ റോമൻ കത്തോലിക്ക സഭയും പോപ്പും മറച്ചു വെച്ചിരുന്ന സത്യങ്ങൾ പുനഃസ്ഥാപിക്കപ്പെട്ടു. മാർട്ടിൻ ലൂതർ കിങ്ങിലൂടെ വിശ്വാസത്താലാണ് നീതീകരണം എന്നുള്ള സത്യം, അത് ദൈവവചനത്തിൽ നിന്ന് പുനഃസ്ഥാപിക്കപ്പെട്ടതാണ്. നമ്മൾ കേട്ടതുപോലെ ജോൺ വെസ്ലിയിൽ കൂടിയും ഇതുപോലുള്ള സത്യങ്ങൾ പുനഃസ്ഥാപിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവുള്ള അഭിഷേകം, ഇങ്ങനെ പല കാര്യങ്ങളും വന്നു. അങ്ങനെ പല സത്യങ്ങളും സാവകാശം പുനഃസ്ഥാപിക്കപ്പെട്ടു. ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെ സാവകാശം ദൈവം തന്നെ മുഴുവൻ ആലോചനയും നമുക്ക് വെളിപ്പെടുത്തി തന്നു. അനേക നാളുകളായിട്ട് മൂടപ്പെട്ട് കിടക്കുകയാണെന്ന്, എന്നാൽ പയ്യെ അത് പുറത്തേക്ക് വന്നു. കർത്താവിൻ്റെ ശരീരമാണ് സഭയെന്നുള്ള ആ സത്യം അങ്ങനെ ചങ്ങലകൾ അഴിയപ്പെട്ടു. എന്താണ് യഥാർത്ഥത്തിൽ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥമെന്താണ്? മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ, അനേക വർഷങ്ങൾ ഞാൻ ചിന്തിച്ചു അത് പുറത്തുപോയി ദൈവവേല ചെയ്യുന്നതാണെന്ന്. ദൈവരാജ്യം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ പുറത്തുപോയി ആത്മാക്കളെ നേടുന്നതാണ്. അങ്ങനെ എനിക്ക് തോന്നാൻ കാരണം ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ദൈവരാജ്യം എന്താണെന്ന് പഠിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ്. എന്നാൽ ഞാൻ ദൈവവചനം പഠിച്ചപ്പം റോമാലേഖനം 14:17 ദൈവരാജ്യം എന്താണെന്ന് വളരെ വ്യക്തമായി പറയുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് ഇതായിരിക്കണം ഞാൻ ആദ്യം അന്വേഷിക്കേണ്ടത്. റോമാലേഖനം 14:17. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അത് ഭക്ഷണമോ പാനീയമോ അല്ല, അത് സുവിശേഷീകരണമോ അല്ല, ഇങ്ങനെയുള്ള ഒരു കാര്യവുമല്ല. ദൈവരാജ്യം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. പഴയ നിയമത്തിൽ അവർക്ക് നീതി ഉണ്ടായിരുന്നു, എന്നാൽ അതിൽ സമാധാനമോ പരിശുദ്ധാത്മാവുള്ള സന്തോഷമോ ഉണ്ടായിരുന്നില്ല. അത് വളരെ ശക്തമായ ഗൗരവമുള്ള നീതിയാണ്. എന്നാൽ ദൈവരാജ്യത്തിൽ കാണപ്പെടുന്ന ആ നീതി ഒന്നാമത് സമാധാനം കൊണ്ടുവരും. ഒന്നാമത് ദൈവത്തോടുള്ള സമാധാനം, പൂർണ്ണ സമാധാനം. അതിനർത്ഥം ഞാൻ ദൈവത്തിനടുക്ക് ഒരുക്കും എനിക്ക് ഭയമില്ല, എനിക്ക് പൂർണ്ണ സമാധാനമുണ്ട്. കാരണം യേശുവിൻ്റെ രക്തം എനിക്കും ദൈവത്തിനും മധ്യേ സമാധാനം ഉണ്ടാക്കി.
രണ്ടാമത്തെ കാര്യം, എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യത്തിൽ നിന്നും അതേപറ്റിയുള്ള വിചാരങ്ങളിൽ നിന്നും എനിക്ക് പൂർണ്ണ സമാധാനം ലഭിക്കുന്നു. ഇതാണ് ദൈവത്തിൻ്റെ രാജ്യം. മൂന്നാമത്, ആളുകളോട് എനിക്ക് സമാധാനം ഉണ്ടാകുന്നു. ആരുമായിട്ടും എനിക്കൊരു പ്രശ്നമില്ല, എനിക്കാരോടും വെറുപ്പില്ല, എല്ലാവരോടും ഞാൻ ക്ഷമിച്ചു. ആരുമായിട്ടും എനിക്കൊരു സംഘർഷവുമില്ല. അവരെന്നെ വെറുക്കുന്നുണ്ടാവും, അതിനെനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എന്നാൽ എനിക്ക് സമാധാനമുണ്ട്. ഇതാണ് ദൈവത്തിൻ്റെ രാജ്യം. യേശു പറഞ്ഞു, മുമ്പേ ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുക, അപ്പോൾ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ അതിൻ്റെ സമയത്ത് കൂട്ടിച്ചേർക്കപ്പെടും. അതുകൊണ്ട് നമ്മുടെ സമയത്ത് ദൈവം എന്താ ചെയ്യുന്നതെന്ന് നാം തിരിച്ചറിയണം. എന്താണ് ദൈവരാജ്യം എന്ന് അവൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ ദൈവരാജ്യം നമ്മുടെ ഹൃദയത്തിൽ ഒരു സമാധാനം കൊണ്ടുതരും. ദൈവത്തോടുള്ള പൂർണ്ണ സമാധാനം, ഒരു കുറ്റപ്പാടുമില്ലാതെ, ഒരു നിരുത്സാഹവുമില്ലാതെ. അനേക വർഷങ്ങൾ എനിക്ക് അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ വീണ്ടും ജനിച്ചതിന് ശേഷം പലപ്പോഴും ഞാൻ നിരുത്സാഹവാനായിരുന്നു. എന്നെ തന്നെ ഞാൻ കുറ്റപ്പെടുത്തും. ഞാൻ പറയട്ടെ, അത് പോയി. എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല എത്ര വർഷം മുമ്പാണ് ഞാൻ നിരാശപ്പെട്ടതെന്ന്. 20 വർഷം മുമ്പാണോ എനിക്കറിയില്ല. അത് പോയി, അത് പൂർണ്ണമായിട്ടും പോയി. ഞാനതിൻ്റെ ഒരു സാക്ഷിയാണ്. നിങ്ങൾക്കും അത് പ്രാപിക്കാൻ കഴിയും. നിങ്ങൾ മുമ്പേ അന്വേഷിക്കുന്ന അതാണെങ്കിൽ, നിങ്ങൾ അന്വേഷിക്കുന്ന മനുഷ്യൻ്റെ മാനവും പണവും അഭിവൃദ്ധിയും ഒക്കെ ആണെങ്കിൽ ശരി, ഒരുപക്ഷെ ദൈവത്തിൽ നിന്ന് അതൊക്കെ ലഭിക്കുമായിരിക്കും. എന്നാൽ മുഖ്യമായത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ദൈവം ഈ സത്യങ്ങളൊക്കെ പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദൈവരാജ്യത്തിലേക്ക് അവൻ നമ്മളെ കൂട്ടിക്കൊണ്ടുവരികയാണ്. പൂർണ്ണ സമാധാനമുള്ള ഒരു നീതി. അങ്ങനെ ദൈവസന്നിധിയിൽ എനിക്ക് എപ്പോഴും നടക്കാൻ കഴിയും. എപ്പോഴും എനിക്കും ദൈവത്തിനും മധ്യേ ഒരു കാർമേഘവും ഇല്ലാതെ ദൈവത്തോടുള്ള പൂർണ്ണ സമാധാനത്തിൽ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. റോമർ 5:1. അതാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ശ്രദ്ധിക്കൂ, ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ എത്ര അത്ഭുതകരമാണ്. ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഞാൻ യേശുക്രിസ്തു ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്ന പോലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കും. ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ വിശ്വാസം പോലെ എനിക്ക് ഭവിക്കും. കാരണം വചനം അങ്ങനെയാണ് പറയുന്നത്. ഞാൻ ക്രിസ്തുവിൻ്റെ നീതി ധരിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ദൈവത്തോട് സമാധാനമുള്ളത്.